റീസെൻ്റ്ലി ഞാനിട്ട ഒരു സ്റ്റോറിയിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒബ്ജക്റ്റ് നമ്മളെ സോളാർ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു സ്മോൾ റീസേർച്ച് അനുസരിച്ചിട്ട് ആൻഡ് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് മൈ ഫ്രണ്ട്. ആ ഫ്രണ്ട് ഭയങ്കര അഡിക്റ്റഡ് ആണ് ഇമാതിരി UFO കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ വി കൺക്ലൂഡഡ് ദറ്റ് അതായത് നോർമലി ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് വരാറുണ്ട് ഡിഫറെൻറ്റ് സ്റ്റാറിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗാലക്സിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സാധനങ്ങൾ വരാറുണ്ട്. ബട്ട് ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ സയൻറ്റിസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമറ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് നെയിംഡ് ആസ് 3I ആൽഫ. 3I ആൽഫ എന്നാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ബട്ട് നോർമൽ കോമറ്റിനെ പോലെ ഇത് ബിഹേവ് ചെയ്യുന്നില്ല. നോർമലി ഒരു സണ്ണിൻ്റെ മാഗ്നറ്റിലോട് ഇത് അട്രാക്ട് ചെയ്തിട്ടായിരിക്കും ഇത് ട്രാവൽ ചെയ്യുക. ബട്ട് ഇത് അങ്ങനെ തന്നെയല്ല, ഇത് അട്രാക്ട് ചെയ്യുന്നില്ല. സോ നോർമൽ കോമറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഇത് കാണിക്കുന്നില്ല. സോ scientists are pretty confused actually on these objects which is coming fastly towards our solar system. സോ ഇതിൻ്റെ റീച്ചിങ് ടൈം എന്ന് അവരിപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് നവംബർ ഡിസംബറിലാണ്. കറക്റ്റായിട്ട് അറിയില്ല. വേറൊരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമറ്റ് അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ UFO അല്ലെങ്കിൽ ഏലിയൻസ് എന്നാണ് കുറേ ആൾക്കാർ. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ എവരി വൺ ഈസ് കൺഫ്യൂസ്ഡ്, എന്താണെന്ന് അറിയില്ല. ഹെവി റീസേർച്ച് നടക്കുന്നുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇതിപ്പോൾ ഏലിയൻസ് അങ്ങനത്തെ വലിയ സംഭവമാണെങ്കിൽ ദിസ് വിൽ ബി ക്വൈറ്റ് എക്സൈറ്റിംഗ്. അല്ലെങ്കിൽ ഒരു ഹെവി കോമറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും കാണാം. വരും ഇൻ കമ്മിങ് 2-3 months വി വിൽ നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ് വിൽ ബി.